എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവയും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊരു 8 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ, വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൂടം തന്നെ ആക്കിയിട്ട് എടുക്കുക. ഒരു വലിയൊരു വെളുത്തുള്ളി ഉണ്ടാവില്ല, ഒരു കൂട്, അപ്പോൾ അത് തന്നെ എടുക്കുക. അതൊന്ന് നന്നായിട്ട് ചതച്ചിട്ടെടുക്കുക. പിന്നെ ഒരു തക്കാളിയും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ബീഫാണ്. അപ്പോൾ ഇത് 500 വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യുക. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതേപോലെ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിടുക. അപ്പോൾ കറക്റ്റ് ഉപ്പ് വേണം അതിൽ ആദ്യം തന്നെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടച്ചൊന്നും വെക്കണ്ട. ഇനിയും തുറന്ന് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു എണ്ണയിൽ കിടന്ന് ഈ ഒരു ബീഫ് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മളെ ബീഫ് ഏകദേശം ഇവിടെ ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കണമെങ്കിൽ ഒന്നും കൂടെ ചീനച്ചട്ടിയിൽ വെച്ച് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്